തമിഴ് സംസ്കാരത്തിന്റെയും ആരംഭം എവിടെ നിന്നാണെന്ന് നോക്കുവാണെങ്കിൽ 18,000 വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് കുമരിക്കണ്ടത്തെ കുറിച്ചാണ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. കൃത്യം 18,000 വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയ, മഡഗാസ്കർ, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു വലിയ സാമ്രാജ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു ലിമൂറിയ അല്ലെങ്കിൽ കുമരിക്കണ്ടം. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഭാഷകളിൽ ഒന്ന് തമിഴ് ആകാനുള്ള കാരണവും ഇവിടെ നിന്നായിരുന്നു. തമിഴ്നാട്ടിൽ ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യർ ആദ്യം ഭരിച്ചു വന്നത് കുമരിക്കണ്ടത്തിലായിരുന്നു. 89 പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു കുമരിക്കണ്ടത്തിൽ ഭരണം നടത്തിയത്. ഇക്കാര്യങ്ങളൊക്കെ ഇരയാടർ അകപ്പൊരുൾ എന്നൊരു ഈ ഒരു തമിഴ് ഗ്രന്ഥത്തിൽ പറയുന്നു. കൂടാതെ ചിലപ്പതികാരം, മണിമേഖല, കന്ദപുരാണം എന്നീ തമിഴ് പുരാണ ഗ്രന്ഥങ്ങളിലും കുമരിക്കണ്ടം ഉണ്ടായിരുന്നെന്നും പറയുന്നു. അതിൽ ചിലപ്പതികാരത്തിൽ കുമരിക്കണ്ടം അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വലിയ നാടാണെന്നും പറയുന്നു. 700 കവതങ്ങളും 49 പ്രദേശങ്ങളും ആയിട്ടാണ് ഈ ഒരു കുമരിക്കണ്ടം അക്കാലത്ത് ഉണ്ടായിരുന്നത്. തുടർച്ചയായ കടലിലെ ജലനിരപ്പ് ഉയർന്നതും മറ്റ് പ്രകൃതിക്ഷോഭത്താലും ആയിരിക്കാം കുമരിക്കണ്ടം വെള്ളത്തിനടിയിലായത്.